അതെ, പൊട്ടറ്റോ ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കേ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്ക്, കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒന്ന് കൊടുത്തു വെച്ച് നോക്കിയേ. പിന്നെ പിള്ളേർ എന്നും വാശി പിടിക്കും ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ എടുക്കുക, എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ ഇതാ നന്നായിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഏകദേശം ചിക്കനൊക്കെ നല്ല മസാലയോട് കൂടെ വെന്ത് വരാൻ എത്ര മസാല വേണമെന്ന്. അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് പൊട്ടറ്റോയും പാകത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇതൊരു പകുതി വേവാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2 സവോള, അത്യാവശ്യം നല്ലപോലെ സവോള ചേർക്കണം കേട്ടോ, നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിപോലെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി ഇളക്കി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടെ ചേർത്തെടുത്താൽ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ സ്കൂളിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബായ്.